ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. 2024 ആണ്ട് മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. ആദ്യമായി ഈ മാസത്തെ ഗ്രഹനില പരിശോധിക്കാം. മെയ് മാസം 1 വേഴം മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലും, ബുധൻ മെയ് മാസം 10 വരെ മീനൻ രാശിയിലും തുടർന്ന് മേടൻ രാശിയിലും സഞ്ചരിക്കുന്നു. ശുക്രൻ മെയ് 19 വരെ മേടൻ രാശിയിലും തുടർന്ന് ഇടവൻ രാശിയിലും, മെയ് മാസം 14 തീയതി വരെ ആദിത്യൻ മേടൻ രാശിയിലും തുടർന്ന് ഇടവൻ രാശിയിലും സഞ്ചരിക്കുന്നു. ശനി കുംഭൻ രാശിയിലും, മീനത്തിൽ കുജനും രാഹുവും കേതു കന്നിയിലും സഞ്ചരിക്കുന്നതിനാൽ ഓരോ കൂറിലുള്ള നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം. ഈ രാശിക്കാർക്ക് കർമ്മരംഗത്ത് മേന്മയുണ്ടാവും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് സഹായം പ്രതീക്ഷിക്കാം. കൂട്ടുകച്ചവട രംഗത്തും ആശയക്കുഴപ്പം വരാതെ നോക്കുക. ക്ഷയരംഗത്ത് പ്രതീക്ഷിച്ച ഗുണം കിട്ടുകയില്ല. വ്യാപാര സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിയമ നടപടി വരാതെ നോക്കുക. കലാരംഗത്ത് ധനയോഗം കൂടും. കമ്പ്യൂട്ടർ രംഗത്ത് തൊഴിൽ ഔന്നത്യമുണ്ടാവും. മാധ്യമരംഗത്ത് അധികാര പദവി വന്നു ചേരും. ഗൃഹോപകരണ വ്യാപാര മേഖലയിൽ നേട്ടമുണ്ടാവും. സാമ്പത്തിക ഇടപാടുകളിൽ സ്വന്തക്കാരുടെ നീക്കങ്ങൾ ഗുണകരമല്ല. നുണപ്രചരണത്തിൽ കുടുങ്ങുന്നതിന് സാധ്യത കാണുന്നു. ഗൃഹമാറ്റത്തിന് സമ്മർദ്ദമേറും. പഴയ കൂട്ടുകെട്ടുകൾ വിവാദത്തിന് വഴിതെളിക്കും. ദൂരദേശ യാത്രയ്ക്ക് തടസ്സം വരാതെ ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകവും കുമാരസൂക്തവും നടത്തിക്കൊള്ളുക. ഇടവക്കൂർ കാർത്തികമുക്കാൽ രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതി. വിദ്യാർത്ഥികൾ മത്സര പരീക്ഷകളിൽ വിജയിക്കും. മേലുദ്യോഗസ്ഥ പദവിക്കുള്ള തടസ്സങ്ങൾ അവസാനിക്കും. ഏജൻസി ഇടപാടുകളിൽ ലാഭം വർദ്ധിക്കും. തൊഴിൽ രംഗത്ത് ഗുണകരമായ മാറ്റമുണ്ടാവും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൈപ്പേറിയ അനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു. മറ്റുള്ളവരുടെ സാമ്പത്തിക ക്രമക്കേടുകൾക്ക് ബലിയാടാവും. ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും സ്വയം പിരിയുന്നതിന് സാധ്യത കാണുന്നു. പാർട്ണർഷിപ്പ് ഇടപാടിൽ വീണ്ടും വിചാരമുണ്ടാവും. ഷെയർരംഗത്ത് ബുദ്ധിപൂർവം നീങ്ങേണ്ട സമയമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എതിരാളികളുടെ അപവാദങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. തൊഴിൽ സ്ഥാപനത്തിലെ പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറും. സാമ്പത്തിക പ്രതിസന്ധിയിൽ അപ്രതീക്ഷിത ധനസഹായം ലഭിക്കും. ദോഷപരിഹാരമായി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ത്രിമധുര നിവേദ്യവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. മിഥുനക്കൂർ മകീര അവസാന പകുതി, തിരുവാതിര പുണർദം മുക്കാൽ. ഈ രാശിക്കാർക്ക് തൊഴിൽ മാറ്റത്തിന് യോഗം കാണുന്നു. ദൂരദേശത്തുള്ളവർക്ക് ധനസ്ഥിതി ഗുണകരമാകും. ആയുർവേദ രംഗത്ത് ഖ്യാതിയും ധനമേന്മയും കരഗതമാകും. വിദേശത്ത് പുതിയ ജോലിക്ക് ഭാഗ്യം കാണുന്നു. ഇൻഷുറൻസ് രംഗത്ത് പഴയകാല നേട്ടം ആവർത്തിക്കുവാൻ പറ്റും. വസ്തു ഇടപാടിൽ തർക്കം വരാതെ നോക്കുക. മാറ്റിവയ്ക്കപ്പെട്ട വിദേശയാത്രയ്ക്ക് അനുമതി കരസ്ഥമാക്കും. വ്യവഹാര വിഷയം കൈവിട്ടു പോകാതെ നോക്കുക. വാഹനമിടപാടിൽ നേട്ടമുണ്ടാവും. ജലഗതാഗത വകുപ്പിൽ തൊഴിൽ ഭാഗ്യം കാണുന്നു. കലാരംഗത്ത് മേന്മയുണ്ടാവും. ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ കാര്യമായ പുരോഗതി ഉണ്ടാവും. പൊതുരംഗത്ത് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും അതെല്ലാം തരണം ചെയ്യുവാൻ പറ്റും. ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക. കർക്കിടകക്കൂർ പുണർദം അവസാന പാദം, പൂയം ആയില്യം. സന്താനങ്ങളുടെ ജോലിക്കാര്യത്തിലുള്ള അനിശ്ചിതാവസ്ഥ മാറിക്കിട്ടും. വിദേശത്തുള്ളവർക്ക് ശമ്പള വർധനവുണ്ടാവും. വസ്തു ഇടപാടിൽ നേട്ടം പ്രതീക്ഷിക്കാം. മാതൃസഹായം വർദ്ധിക്കും. സുഹൃത്തിൻ്റെ ബന്ധത്തിൽ നിന്നും വിവാഹത്തിന് സാധ്യത കാണുന്നു. സഹോദരങ്ങളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ മുഷിച്ചിലിന് ഇടവരാം. കുടുംബബന്ധം നേരെയാക്കുന്നതിന് കഠിനശ്രമം വേണ്ടിവരുന്നതാണ്. ദൃശ്യമാധ്യമരംഗത്ത് ബഹുമതിയുണ്ടാവും. ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ തൊഴിൽ സാധ്യത കാണുന്നു. സ്വകാര്യ ധനമിടപാടിൽ ആദായമുണ്ടാവും. വിദ്യാഭ്യാസ മേഖലയിൽ ധനവരവ് കൂടും. സാഹിത്യ സദസ്സുകളിൽ തിളങ്ങും. വിദേശത്ത് നടത്തിയ ഇടപാടുകളിലെ രേഖകൾ നഷ്ടപ്പെടുത്തുവാനിടവരുത്തരുത്. ദോഷപരിഹാരമായി ഭഗവതി ക്ഷേത്രത്തിൽ നെയ്വിളക്കും കടുംപായസവും നടത്തിക്കൊള്ളുക.
ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കും. ദൂരദേശത്ത് പഴയ തൊഴിൽ സ്ഥാപനത്തിൽ നിന്നും പുതിയ പദവിക്ക് വാഗ്ദാനമുണ്ടാവും. കർമ്മരംഗത്ത് ശോഭിക്കുവാൻ സാധിക്കും. പൊതുരംഗത്ത് തകർപ്പൻ പ്രകടനം കാഴ്ചവയ്ക്കും. ശത്രുക്കളുടെ ശല്യം കുറയും. റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ ഒത്തുതീർപ്പിന് സാധ്യത കാണുന്നു. കലാരംഗത്തെ തളർച്ച മാറും. ജീവിതശൈലിയിൽ വ്യത്യാസമുണ്ടാവും. ഹോട്ടൽ വ്യവസായത്തിലെ നഷ്ടം നികത്തുവാൻ സാധിക്കും. നിർമ്മാണ രംഗത്ത് അപ്രതീക്ഷിതമായ മുന്നേറ്റമുണ്ടാവും. സന്താനങ്ങളുടെ ജോലിക്കാര്യത്തിലുള്ള അനിശ്ചിതാവസ്ഥ മാറുന്നതാണ്. ഗതാഗത വകുപ്പിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമല്ലാത്ത അവസ്ഥകളുണ്ടാവും. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, കൂവളമാല എന്നിവ നടത്തിക്കൊള്ളുക. കന്നിക്കൂറ് ഉത്രം മുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി. കർമ്മരംഗത്ത് വാഗ്വാദത്തിന് സാധ്യത കാണുന്നു. സാങ്കേതിക സ്ഥാപനത്തിലെ താൽക്കാലിക ജോലിയിൽ മാറ്റമുണ്ടാവും. സ്വകാര്യ സ്ഥാപനത്തിലെ വ്യാപാര കരാറുകൾ പുതുക്കും. കാർഷിക മേഖലയിൽ വരുമാനം വർദ്ധിക്കും. മരാമത്ത് വകുപ്പിലെ കുടിശ്ശിക തുക ലഭിക്കും. കമ്പ്യൂട്ടർ രംഗത്ത് പുത്തൻ പദ്ധതിക്ക് തുടക്കം കുറിക്കും. വിദ്യാർത്ഥികൾക്ക് ദൂരദേശത്ത് ഉപരിപഠനത്തിന് യോഗം കാണുന്നു. ബിസിനസ് രംഗത്ത് തൊഴിലാളികളുമായുള്ള തർക്കം പരിഹരിക്കുവാൻ പറ്റും. വിദേശത്ത് ജോലി ചെയ്യുന്നവർ വൻ പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കി അധികാരികളുടെ പ്രശംസ നേടും. സാഹിത്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സമൂഹത്തിൽ തിളങ്ങുവാൻ സാധിക്കും. ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസവും രക്തപുഷ്പാഞ്ജലിയും നടത്തിക്കൊള്ളുക. തുലാക്കൂറ് ചിത്തിരാവസാന പകുതി ചോതി വിശാഖം മുക്കാൽ. പുതിയ തൊഴിൽ മേഖലയിൽ നിന്നും വരുമാനം വർദ്ധിക്കും. മൊത്ത വ്യാപാര രംഗത്ത് പഴയ പ്രൗഢി തിരികെ ലഭിക്കും. ശാസ്ത്ര സാങ്കേതിക വകുപ്പിൽ ഉന്നത സ്ഥാനത്തിന് ഭാഗ്യം കാണുന്നു. ഗൃഹത്തിൽ നവീകരണം നടത്തും. സാമ്പത്തിക പരാധീനതകൾ കുറയും. ഇലക്ട്രോണിക്സ് വസ്തുക്കളുടെ കച്ചവടം ലാഭകരമാകും. വിദേശത്തുള്ളവർക്ക് സ്വദേശത്തേക്ക് അടിയന്തര യാത്രയ്ക്ക് സാധ്യത കാണുന്നു. കരകൗശല മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. സാമ്പത്തിക പരാധീനതകൾ കുറയും. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വ്യാപാരം മെച്ചപ്പെടും. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക. വൃശ്ചികക്കൂറ് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട. സാമ്പത്തിക കാര്യങ്ങളിൽ അടുക്കും ചിട്ടയും കൈവരും. കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥൻ്റെ സമീപനം ഗുണകരമാകും. വാഹനങ്ങൾക്ക് പാഴ്ചെലവുകൾ വർദ്ധിക്കും. സാങ്കേതിക സ്ഥാപനത്തിലെ തൊഴിൽ തർക്കം അവസാനിക്കും. കടബാധ്യത തീർക്കുന്നതിന് സഹോദര സഹായമുണ്ടാവും. അവകാശ തർക്കത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും. കുബുദ്ധികളുടെ പ്രേരണയാൽ കരാർ പണി നഷ്ടപ്പെടുന്നതിന് സാധ്യത കാണുന്നു. കായികരംഗത്തുള്ള മികവിൽ സർക്കാർ ജോലിക്ക് ഭാഗ്യം ഉണ്ടാവും. മാധ്യമരംഗത്ത് കരുത്ത് കാട്ടുവാൻ സാധിക്കും. പുതിയ തൊഴിൽ സംരംഭത്തിനുള്ള തടസ്സം മാറിക്കിട്ടും. വാഹനമിടപാടിൽ കൈനഷ്ടത്തിന് സാധ്യത കാണുന്നു. ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. ധനുക്കൂറ് മൂലം പൂരാടമുത്രാടത്തിൻ്റെ ആദ്യപാദം. ദുർഘടസന്ധികളിൽ അപ്രതീക്ഷിത സഹായം ലഭിക്കും. കൂട്ടുകച്ചവടത്തിൽ മാറ്റത്തിന് സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കും. നിർമ്മാണ രംഗത്തുള്ള കടബാധ്യതകൾ തീർക്കുവാൻ പറ്റും. ഏജൻസി ഇടപാടിൽ നേട്ടമുണ്ടാവും. ഔദ്യോഗിക രംഗത്ത് ശത്രുക്കൾ കുറയും. കമ്പ്യൂട്ടർ രംഗത്ത് മികവ് കാട്ടുവാൻ പറ്റും. കുടുംബ ബന്ധത്തിലെ തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. മാധ്യമരംഗത്ത് ധനമേന്മയുണ്ടാവും. പുത്തൻ ഗൃഹം സ്വന്തമാക്കുവാൻ യോഗം കാണുന്നു. പുതിയ വിസയുടെ കാര്യത്തിൽ ചതിവ് പറ്റാതെ നോക്കുക. വാഹന ഏജൻസിയിൽ ലാഭം കൂടും. പൊതുരംഗത്തുള്ള തടസ്സങ്ങൾ മാറുന്നതാണ്. യൂണിയൻ പ്രവർത്തനങ്ങളിൽ എതിർപ്പ് വരാതെ ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക. മകരക്കൂറ് ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യ പകുതി. സന്താനങ്ങളുടെ ജോലിക്കാര്യത്തിൽ ഉന്നതരുടെ സഹായം ലഭിക്കും. കച്ചവട സംബന്ധമായ തർക്കങ്ങൾ അവസാനിക്കും. ദൂരദേശത്ത് സ്ഥിരവരുമാനത്തിനുള്ള മാർഗം കണ്ടെത്തും. സാമ്പത്തിക ഇടപാടുകളിൽ ചതിവ് പറ്റാതെ ശ്രദ്ധിക്കുക. കുടുംബ ബന്ധങ്ങൾ നേരെയാക്കുന്നതിൽ വിജയിക്കും. കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥൻ്റെ കുതന്ത്രങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും. ടൂറിസം രംഗത്ത് പുത്തൻ പദ്ധതികൾക്ക് നേതൃത്വം വഹിക്കും. പലിശക്കണിയിൽ നിന്നും രക്ഷ നേടും. ബിസിനസ് നഷ്ടം നികത്തുന്നതിന് തീവ്ര ശ്രമം നടത്തും. ധനപരമായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇടപെടുക. സാമ്പത്തിക രംഗത്ത് അപ്രതീക്ഷിതമായ മുന്നേറ്റമുണ്ടാവും. ദോഷപരിഹാരമായി ശ്രീ ധർമ്മശാസ്താവിന് നീരാഞ്ജനവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക.
കുംഭക്കൂറ് അവിട്ടാവസാന പകുതി ചതയം പൂരുരുട്ടാതി മുക്കാൽ. സാമ്പത്തിക പരാധീനതകൾ അതിജീവിക്കും. കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥനുമായുള്ള അകൽച്ച കുറയും. തർക്കവിഷയങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും. റിയൽ എസ്റ്റേറ്റിൽ പുതിയ പങ്കാളിയെ കണ്ടെത്തും. ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും വ്യാപാര സംരംഭത്തിനുള്ള ധനസഹായം ലഭിക്കും. പോലീസ് നടപടിയിൽ നിന്നും രക്ഷ നേടും. സന്താനങ്ങൾക്ക് ദൂരദേശത്ത് തൊഴിൽ നേട്ടമുണ്ടാവും. പൊതുരംഗത്തുള്ള എതിർപ്പുകൾ കുറയും. തൊഴിൽ സ്ഥാപനത്തിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തും. ദാമ്പത്യ പ്രതിസന്ധി വിജയകരമായി തരണം ചെയ്യുവാൻ സാധിക്കും. മാധ്യമരംഗത്ത് ജനശ്രദ്ധ പിടിച്ചുപറ്റും. വസ്തു ഇടപാടിൽ നഷ്ടം ക്ഷണിച്ചു വരുത്തരുത്. സാങ്കേതിക രംഗത്തുള്ള കഷ്ടപ്പാടുകൾ കുറയും. ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക. മീനക്കൂറ് പൂരുരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി. തൊഴിൽ രംഗത്തും മറ്റ് മേഖലകളിലും അസാമാന്യ നേട്ടം കൈവരിക്കും. ശത്രുക്കളിൽ നിന്നുള്ള എതിർപ്പ് കുറയും. വ്യാപാര രംഗത്തെ അപാകതകൾ പരിഹരിക്കുവാൻ സാധിക്കും. സഹകരണ മേഖലയിൽ താൽക്കാലിക ജോലി തരപ്പെടും. കലാരംഗത്ത് അനുകൂല തരംഗം സൃഷ്ടിക്കും. വാഹന ഏജൻസിയിൽ സാമ്പത്തിക മേന്മയുണ്ടാവും. വാഹനം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. മത്സര നറുക്കെടുപ്പിൽ ഗൃഹോപകരണം സമ്മാനമായി ലഭിക്കുവാൻ സാധ്യത കാണുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്നവർ മേലുദ്യോഗസ്ഥൻ്റെ പ്രീതി സമ്പാദിക്കും. ട്രാവൽ ടൂറിസം മേഖലയിൽ സാമ്പത്തിക മേന്മയുണ്ടാവും. നിർമ്മാണ രംഗത്ത് എതിരാളികളെ പിന്നിലാക്കും. പരിചയമില്ലാത്ത കർമ്മരംഗത്ത് തിളക്കമാർന്ന പ്രകടനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കും. ദോഷപരിഹാരമായ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക.